വാട്സപ്പ് ഗോയ്സ്. സോ ഇപ്പോൾ കയ്യിലുള്ള വണ്ടി ഏതാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. അപ്പം അങ്ങനെ ഒടുവിൽ ഈ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു റൈഡ് റിവ്യൂ. അതായത് ഞാൻ ഈ വണ്ടി കുറച്ച് രാവിലെ മുതലേ ഒട്ടിച്ച് കിടക്കുവാണ്. ഇപ്പോഴാണ് മണി വന്ന് 3:30 ആയി. ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പുറത്തിറങ്ങിയതാണ്. സോ ബേസിക്കലി ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്, അതായത് ഡോമിനോറിൻ്റെ എൻജിൻ ഡയറക്റ്റ് സോപ്പ് ചെയ്തിട്ടുള്ള ഈ NS400C എന്ന് പറയുന്ന വണ്ടി ഒരു ഡോമിനോർ ഓണർ ഓട്ടിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ. പക്ഷേ ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി, അതായത് ഓൺ ദ ഹാൻഡ് ഓട്ടിച്ച് തുടങ്ങിയത് മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ടിപ്പിക്കലി ആ 2 lakh പ്രൈസ് പോയിന്റിൽ അടിപൊളി വണ്ടി എന്ന് തന്നെ പറയണം. അതായത് എനിക്ക് ഇതിൻ്റെ ഒരു റൈഡ് ഫീലും ഒരു എൻജിൻ റിഫൈൻമെൻറ്റും എല്ലാം റിയലി ഗ്രേറ്റാണ്. ഐ ആം ലവിങ് ഇറ്റ്. ഞാൻ അത് എന്താ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളതും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് റൈഡ് ഫീൽ ചെയ്യുന്ന തുടങ്ങാം. ടിപ്പിക്കലി എനിക്കിത് ഡോമിനോറിൽ നിന്ന്, അതായത് ഞാൻ ഡോമിനോർ കൊണ്ട് നിർത്തുന്നു, ഈ വണ്ടി കയറിയിരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഫീലായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹൈറ്റ്, അതായത് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. ലൈക്ക് എനിക്കും ഡോമിനോറിൽ ഫ്ലാറ്റ് ഫൂട്ടാണ്. ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഡോമിനോറിലെ ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയുന്നത് എൻ്റെ കാല് കംപ്ലീറ്റ്ലി സ്ട്രൈറ്റ് ആണ് എന്നിട്ട് ഫ്ലാറ്റ് ഫൂട്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഫ്ലാറ്റ് ഫൂട്ട് എനിക്ക് ഏകദേശം 6 feet ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്നും എന്താ ഈ ഫ്ലാറ്റും കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനൊരു വേണുണ്ടെങ്കിലും അത് വേണം പറയാം. അത്യാവശ്യം നല്ല താഴ്ന്നിട്ടുള്ളൊരു വണ്ടിയാണ്, സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അതാണ് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് തിങ് എനിക്ക് ഫീലായത് വണ്ടിയുടെ വീൽ ബേസ് നല്ല കുറവാണ്. ഈ വീൽ ബേസ് കുറവെന്നുള്ളത് എവിടെ നമുക്കറിയാമെന്ന് വെച്ചാൽ, ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഫ്ലിക്ക് ചെയ്തെടുക്കുമ്പം വണ്ടി ഭയങ്കര ഫ്ലിക്കബിളാണ്. ആ ഫ്ലിക്കബിലിറ്റി നല്ല രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റും കുറവാണ്. ഈ 3 കാര്യം നമുക്കിങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന ഉടൻ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. പിന്നെ ആ സെയിം എൻജിൻ വലിയ ഡീറ്റ്യൂണിങ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് ഡയറക്റ്റ് സോപ്പ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇത് റൈഡ് ബൈ ഓവറും കൂടെയാണ്. സോ ഇതിൽ വന്നപ്പോൾ അതിൻ്റെ നല്ല പഞ്ചുള്ള ഒരു വണ്ടി പോലെയാണ്. ഐ മീൻ നല്ല വണ്ടി നമ്മളിങ്ങനെ എടുത്ത് വണ്ടി ഇപ്പോൾ 4th ഗിയറിൽ നിന്നാണ് ഞാൻ പുള്ള് ചെയ്യണത്. അതായത് എല്ലാ ഗിയറിലും വണ്ടി നല്ല രീതിക്ക് പുള്ള് ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസീവാണ്. അതായത് നമുക്ക് ഒരു ഡോമിനോറിൻ്റെ ഒരു 473cc പവറ് നമുക്കങ്ങനെ അറിഞ്ഞെന്ന് വരില്ല. നമ്മളെ ഡോമിനോർ ചിലപ്പോൾ ഒറ്റ അടിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്നു വരില്ല. ഈ വണ്ടിയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മളിങ്ങനെ ഒന്ന് ടോട്ടൽ ഓപ്പൺ ചെയ്യുമ്പം ചിലപ്പോൾ ആ ഒരു ഇത് പേടിപ്പെടുത്തുക. കാരണം ഈ പവർ ടു വെയിറ്റ് റേഷ്യോയിൽ നമ്മൾ നല്ല രീതിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് നമുക്ക് പവർ അറിയുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പോൾ റൈഡ് ബൈ വയറാണ്. അതായത് എനിക്ക് ചെറിയൊരു 1 second ഡിലേ എന്തോ എനിക്ക് ഈ ത്രോട്ടിലിൻ്റെ സൈഡിൽ നിന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈഡ് ബൈ വയറാണ്. പിന്നെ ഇതിൽ 3 റൈഡിങ് മോഡ് ഉണ്ട്. ഒന്ന് റോഡ്, റെയിൻ, ഓഫ് റോഡ്. എനിക്ക് തോന്നുന്നത് ഈ 3 ഇതും വെച്ച് ലൈക്ക് റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്, ABS ഇൻ്റർവെൻഷൻ ആയിരിക്കും അവർ ഈ ഒരു മോഡലിലൂടെ ഉദ്ദേശിക്കുന്നത് വേണം പറയാൻ. പക്ഷേ എനിക്ക് റോഡിലും സ്പോട്ടിലും ആ ഒരു പവറിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ബാക്കി റെയിനും ഓഫ് റോഡും എന്ന് പറയുന്നത് മേ ബി ABS ഇൻ്റർവെൻഷൻ കട്ട് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. ഞാൻ ഓഫ് റോഡിലിട്ടപ്പം എനിക്ക് ബാക്ക് ABS കംപ്ലീറ്റ്ലി ഡിസെൻഗേജ് ആയി. സോ ടിപ്പിക്കലി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇത് റോഡ് ആൻഡ് സ്പോട്ടിൽ പവർ ഇൻ്റർവെൻഷൻ ചെറുതായിട്ട് കട്ട് ചെയ്യാനുണ്ട്. അത് ഈ റൈഡ് ബൈ വയർ വന്നുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഈ റൈഡിങ് മോഡെന്ന് പറയുന്നത്.
ടിപ്പിക്കലി നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതായത് ഒരു പുതിയൊരു ഹെഡ്ലൈറ്റാണ്. ആ ഹെഡ്ലൈറ്റ് ആ ലുക്കെന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ പെർസ്പെക്റ്റീവാണ്. എനിക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഓക്കെ, പിന്നെ ഇതിൻ്റെ ത്രോ എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നൈറ്റ് പറ്റുവാണെങ്കിൽ അത് ചെക്ക് ചെയ്യാം അതിൻ്റെ ത്രോ എങ്ങനെയാണെന്നുള്ളത്, ഹെഡ്ലൈറ്റിൻ്റെ ത്രോ. പിന്നെ ബൈ ദ ബോഡി വൈസ് ആൻഡ് ബൈ ദ ബാക്ക് എവറിത്തിങ് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലി NS200 തന്നെയാണ്. ആ എൻജിൻ മാത്രം ഡയറക്റ്റ്ലി ഒരു 400cc എൻജിൻ സ്വാപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഹാൻഡിൽ ബാറൊക്കെ NS200 നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡിൽ ബാർ, അതായത് ഒരു ക്ലിപ്പ് ഓൺ പോലത്തെ അല്ലാണ്ട് ഇമാതിരി ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പീഡോമീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ്ലി കളർഫുള്ളായിട്ടുള്ളൊരു സ്പീഡോമീറ്റർ കൺസോളാണ്. അത്യാവശ്യം നല്ല വിസിബിളാണ്. ഇത് നല്ല വെയിലുണ്ട് പുറത്ത്, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല വിസിബിളായിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ കൺസോളാണ്. എല്ലാം ലൈക്ക് ട്രിപ്പ് എ, ട്രിപ്പ് ബി, പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് വെൽ ലിറ്റ് ആൻഡ് വിസിബിളാണ്. പിന്നെ സസ്പെൻഷൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് സസ്പെൻഷനാണ്. എനിക്ക് റോഡ് യൂസിന് പറ്റിയ ഒരു സസ്പെൻഷനായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ദൂരം ഒരു പില്ലിയനെ എടുത്തുകൊണ്ട് ചെറിയ റൈഡ് ഇറങ്ങിയായിരുന്നു. ആ ടൈം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആ ടൈം അത്ര കോപ്പറേറ്റീവ് സസ്പെൻഷൻ അല്ല റൈഡറിനും പില്ലിയനുമായിട്ട്. ബട്ട് ഒരു റൈഡറായിട്ട് മാത്രം ഞാൻ ഒറ്റയ്ക്ക് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലോട്ടും ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. ആൻഡ് ബൈ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ബാക്ക് സീറ്റ് റൈഡർ സീറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, നല്ല ഫീലുണ്ട്. പക്ഷേ പില്ലിയൻ സീറ്റ് സെയിം, വലിയ ഇതൊന്നുമില്ല. ആൻഡ് പിന്നെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പില്ലിയൻ അത്യാവശ്യം NS200 പോലും റൈഡറിനെക്കാളും പൊക്കത്തിലാണ് പില്ലിയൻ ഇരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ വിൻഡ് ബ്ലാസ്റ്റൊക്കെ നേരെ പില്ലിയൻ്റെ ഒരു നല്ലൊരു പാർട്ടുണ്ട്. കാരണം വിൻഡ് ബ്ലാസ്റ്റ് പില്ലിയനെ നല്ല രീതിക്ക് അടിക്കും. ഡോമിനോറിൽ എങ്ങനെയെന്നാണ് അതുപോലെ അല്ല, റൈഡറും പില്ലിയനും കൂടെ ആൾമോസ്റ്റ് സെയിം ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് പില്ലിയൻ അത്രയ്ക്ക് ഇൻ്റർവെൻഷൻ ഇല്ല ഈ വിൻഡ് ബ്ലാസ്റ്റിലോട്ട്. പക്ഷെ ഇതിലങ്ങനെയല്ല. പിന്നെ ഇതിൽ പിന്നെ ചെറിയ അതായത് പ്രൈസ് കട്ട് ചെയ്യാൻ അവർ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു പോർഷനിലായാലും പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ DRLൻ്റെ അവിടുത്തെ പോർഷനിലൊക്കെ, പിന്നെ ഏതാണ്ട് ഇവിടുത്തെ വയറിങ്ങിൻ്റെ ക്വാളിറ്റിയിലൊക്കെ അതായത് ഭയങ്കര എക്സ്പോസ്ഡാണ്. ഇത് ഇങ്ങനെയെങ്കിലും എല്ലാം കൂടെ ഒന്ന് അവർ വിചാരിച്ചിരുന്നാൽ ഇതെല്ലാം കൂടെ ഒന്ന് ഈ ഹാൻഡിൽ ബാറിൻ്റെ ഈ USB ഫോർക്കിൻ്റെ സൈഡിലായിട്ടോ എല്ലായിടത്തായിട്ട് ഈ ജോയിൻസും ഈ കാര്യങ്ങളൊക്കെ കുത്തി ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ഇതൊക്കെ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും വലിയ രീതിക്ക് ചെയ്തിട്ടില്ല അവർ. അല്ലാതെ ബൈ ദ പ്രൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കിടുവണ്ടി നല്ല റിഫൈൻഡാണ്. പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 250 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. ടിപ്പിക്കലി ന്യൂ എൻജിൻ. ഓക്കെ, സോ ഇതിലിപ്പോൾ എവിടെയൊക്കെ വൈബ്രേഷൻ എനിക്കറിയാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ തൈസിന് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ തൈസി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ടിപ്പിക്കലി ഡോമിനോറിൻ്റെ എൻജിൻ അത്യാവശ്യം ചെറുതായിട്ട് വൈബ്രേഷൻ ഉള്ളൊരു എൻജിനാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇത് നല്ല രീതിക്ക് റിഫൈൻഡ് ആണ്. പക്ഷേ നല്ല ഒരു ഹൈ ലെവലൊക്കെ കയറുമ്പം അതായത് ഇവിടെ നമ്മുടെ ഒരു ഹഗ്ഗിങ്, കാലുകൊണ്ട് ഹഗ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലീനായിട്ടാണ്. അപ്പം അപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് നല്ല ഒരു വൈബ്രേഷൻ അറിയുന്നുണ്ട്. നല്ല ഒന്ന് റബ്ബ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഒന്ന് ഹൈവേയിലൊന്ന് ഇറക്കിയിട്ട് വണ്ടി ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതുണ്ട്.
പിന്നെ ഈ ഹാൻഡിൽ ബാറിലും ഫുഡ് ബേക്കിലുമുള്ള വൈബ്രേഷൻ ടിപ്പിക്കൽ ഒരു ബജാജിൻ്റെ വൈബ്രേഷൻ തന്നെയാണ്. ഒരു ഹാൻഡിൽ ബാർ ഒരു ബസ് ഫീൽ എപ്പോഴും ഇങ്ങനെ ഒരു വണ്ടിക്ക് ജീവനുള്ളതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ് ഫീൽ ഹാൻഡിൽ ബാറിലുണ്ട്. പിന്നെ താഴെ ഫുഡ് ബേക്കിൽ നല്ല രസമുണ്ട് വണ്ടി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓട്ടിച്ച് കിടക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഫീൽ വരുന്നൊരു വണ്ടിയാണ്. പിന്നെ എനിക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സിറ്റി ബൈക്കാണ്. ഒരു 400 സിറ്റിയിൽ പൊളിച്ചോട്ടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കും. അതായത് അത്യാവശ്യം നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്കൻഡ് ഗിയറിലാണേലും തേർഡ് ഗിയറിലാണേലും അവിടെ നിന്നും നമുക്ക് ഇപ്പോൾ 4th നിൽക്കുന്നത്. ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ നോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടി ഇഷ്ടം പോലെ പിക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ആ ഹെഡ്ലൈറ്റും ആ DRLും അതിന് റോഡ് പ്രസൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് ഈ ഓട്ടോയുടെ ബാക്കിൽ നിന്നുള്ള കണ്ണാടിയിൽ നിന്ന് കാണുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ വണ്ടിക്ക് അതൊരു റോഡ് പ്രസൻസ് ഇപ്പം ഈ ഡോമിനോറാണ് ഇപ്പം ഈ ഒരു സ്പീഡ് ബ്രേക്ക് ഇറങ്ങിയാണ് ഞാനാണ് ഒരു 3 വട്ടം വിളിച്ചാൽ 3 സ്പീഡ് ബ്രേക്കാണ്. ഇതങ്ങനെ നല്ല സോഫ്റ്റായി. സസ്പെൻഷൻ ഇസ് വെരി സോഫ്റ്റ്, പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സസ്പെൻഷനാണ്. പിന്നെ എനിക്ക് ബാക്ക് സസ്പെൻഷൻ വിസിബിളി നോക്കുമ്പം NS200 സസ്പെൻഷൻ പോലെയാണ് തോന്നിയത്. അവിടെ ഫ്രണ്ട് പുതിയൊരു സസ്പെൻഷനാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് കയറിയോളം തോന്നിയതൊരു കാര്യമാണ് ഇതിൻ്റെ ബ്രേക്കിംഗ്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യണത് വൈബ്രയുടെ ബ്രേക്കിംഗ് അല്ല. മേ ബി അതുകൊണ്ടായിരിക്കണം. കാരണം ഭയങ്കര പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആയിട്ടാണ് തോന്നിയത്. അതായത് നമ്മളെ ഡോമിനോറിൽ തോന്നുന്ന പോലത്തെ ഒരു ബ്രേക്കിംഗ് ഒന്നുമല്ല. വേ ബെറ്റർ. ഡോമിനോ അത്ര ഹെവി ആയിരുന്നിട്ടും ഇതിനേക്കാളും വേ ബെറ്റർ ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെയല്ല ഫീൽ ചെയ്തത്. ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ്. അതായത് നമ്മൾ ആദ്യമായിട്ടൊന്ന് കൈ വയ്ക്കുമ്പം ആ ഒരു ഡിലേ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് ഓടിച്ച് വരുമ്പോഴാണ് ഇപ്പം എനിക്ക് കുറേ ഇതായിട്ട് ഓടിക്കുമ്പം എനിക്കത് ഓക്കെ ആയി. അതെനിക്കൊരു കയ്യിലൊന്ന് സെറ്റായി വന്നു. പിന്നെ എനിക്കിതിൻ്റെ അടുത്ത പറയാനുള്ളത് ഇതിൻ്റെ റൈഡിങ് പൊസിഷനെ കുറിച്ചാണ്. ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത് നല്ല സ്പോർട്ടി ആയിട്ടുള്ള പോസ്റ്ററാണ്. അതായത് ഡോമിനോറിൽ ഇത്ര സ്പോർട്ടിനെസ് ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ ഈ കാലിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് അത്യാവശ്യം ബാക്ക് സൈഡിലോട്ടാണ് ഈ കാലിരിക്കുന്നത്. അത്യാവശ്യം നമ്മളെ കാല് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല സ്പോർട്ടി ആയിട്ടാണ്. സോ ഇത് ഓൺ ദ ലോങ് റണ്ണിൽ കുറച്ച് കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയൊക്കെ, അതായത് നല്ല ഹൈറ്റുള്ള റൈഡറാണെങ്കിൽ, അപ്പോൾ നിയർലി 6 feet എൻ്റെ അത്ര ഹൈറ്റുള്ള റൈഡറാണെങ്കിൽ നമ്മളെ നീൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊരു ക്രാംസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ ഷോർട്ട് റൈഡേഴ്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല ആ ഒരു ഇത്. പിന്നെ ഫ്രണ്ട് ഇരിക്കുന്നതും ഇപ്പം അണ്ടർ സ്റ്റോക്ക് പൊസിഷനിൽ അത്യാവശ്യം ലീൻ ഫോർവേഡ് ആൻഡ് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഭയങ്കര ഒരു അത്ര കമ്മിറ്റഡ് അല്ല. ബട്ട് സ്റ്റിൽ നമ്മളതൊരു ക്ലോസ് ടു ദ ബൈക്കായിട്ട് വെച്ചേക്കുവാണ്. ടിപ്പിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് വിസിബിളി ഓൺ ദ വീഡിയോ വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഈ ഫ്രണ്ട് കിടന്ന് ഇങ്ങനെ ഒരു ലാന്തലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടിയില്ല. ഈ സെയിം റോഡിൽ ഡോമിനോർ ആണെങ്കിൽ അറ്റ് 160 വണ്ടി ഭയങ്കര സ്റ്റേബിളാണ്. എനിക്ക് മേ ബി ഈ വിൻ ബ്ലാസ്റ്റ് ഇൻ്റർവെൻഷൻ ആണെന്നറിയില്ല. ഞാനിത് കുറേ നേരം കൊണ്ട് ഇങ്ങനെ 6th ഗിയറിൽ റിങ് ചെയ്ത് പിടിച്ചിട്ടും അത് 145 to 150 അകത്ത് ലോക്ക്ഡാണ്. മേ ബി പുതിയ വണ്ടിയും കൂടെ ആണ്. സോ അതും നോക്കണം. നിർത്തിയിട്ടുള്ള ലുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്വാളിറ്റി, പിന്നെ ഇവിടെ നിന്നുള്ള ഒരു ക്വാളിറ്റി, അതൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക്. ഇതിൻ്റെ GRA ഗ്രമീക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇപ്പോഴത്തെ ബ്രേക്ക് കാലിബറും പിസ്റ്റനും കൊടുത്തിട്ടുള്ള. ഇതിലും ഞാൻ പറഞ്ഞ ഒരു
ഫീഡ്ബാക്ക് ഇഷ്യൂ. പിന്നെ ഈ മിറർ എന്ന് പറയുന്നത് ടിപ്പിക്കലി നമ്മൾ ഡോമിനോറിൽ കണ്ട ഡോമിനോറിലും ഇപ്പോഴത്തെ ഡ്യൂക്കിലൊക്കെ കണ്ടിട്ടുള്ള സെയിം മിറർ തന്നെയാണ്. പിന്നെ സെയിം CC എൻജിൻ. ഇവിടെ ഒരു NS400 സ്റ്റിക്കറൊക്കെ കാണാം. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇത് കമ്പാരിറ്റീവ്ലി ഇവിടെ ഫുഡ് ബാക്കിൽ കാണുന്ന വൈബ്രേഷൻ ഡോമിനോറിനെക്കാളും കുറവാണ്. കാരണം ഈ ഒരു ഫുഡ് ബാക്കിൻ്റെ ലെന്ത് ചെറുതാണ്. സോ മറ്റേ ഡോമിനോറിനെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ഇത്തിരി കുറവാണ്. ഫുഡ് ബാക്കിൽ ഡോമിനോറിൽ അറിയണതിനേക്കാൾ ഇതിൽ വൈബ്രേഷൻ അറിയണത് കുറവാണ്. പിന്നെ സെയിം ബോക്സ് ടൈപ്പ് സ്വിങ്ങാമും ബാക്കിൽ 140 സെക്ഷൻ്റെ ടയറാണ്. ടയർ വൻ ഷോക്കുമാണ്. ടയർ മാറുന്നതായിരിക്കും നല്ലത്, നല്ലൊരു ടയറിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു വ്യത്യാസം കാണുന്നത് നമ്മുടെ ഈ ബ്രേക്ക് ഇത് കാലിബർ മൗണ്ട് ചെയ്തിരിക്കണതാണ്. ഇത് ആക്സിയലി മൗണ്ടഡ്, അതായത് മറ്റേ നമ്മുടെ ഡോമിനോറി കാണുന്ന പോലെ റേഡിയലി മൗണ്ടഡ് അല്ല, ഇത് ആക്സിയലി മൗണ്ടഡ് ആണ്. സോ അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു, വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. മെയിൻലി ഫോർ ദ റോഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്ന് തന്നെ പറയണം. ഇവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി എടുത്തിട്ട് അതെ, സസ്പെൻഷൻ എന്ന് പറയുന്നത് മോർ ഓവർ റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സസ്പെൻഷൻ്റെ ആക്ഷനും അതിൻ്റെ ഒരു ഫീഡ്ബാക്കും. വണ്ടി ഓട്ടിക്കുമ്പം നല്ല രീതിക്ക് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ടിപ്പിക്കലി ബാക്കിയെല്ലാം കാണാൻ NS200 പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു ഈ ഒരു വീഡിയോ ജസ്റ്റ് ആസ് എ ഡോമിനോർ യൂസർ ഈ വണ്ടി കയറിയപ്പം എന്ത് ഫീലായത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ മാത്രമാണിത്. പിന്നെ എനിക്കിതിൽ ഈ ഒരു ഹസാർഡ് സ്വിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇത് ഈ ഹസാർഡ് സ്വിച്ച് ഡോമിനോറിൽ വളരെ മിസ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോൾ വണ്ടിയിലൊരു ഫ്ലാഷ് എക്സ് ഹസാർഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത്, കാരണം അതെന്ന് പറയണത് മോർ ഓവർ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് അതിൻ്റെ ഏത് പാട്ടാണല്ല കിടക്കണമെന്ന് നമുക്കൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നല്ല റെയിനി ടൈമൊക്കെ ആണെങ്കിൽ ഓൺ ഗോയിങ് ട്രാഫിക്കിനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം LED കൂടെ ഒക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഇതെന്ന് പറയണത് കറക്റ്റ് ഒരു പാറ്റേൺ ഉണ്ട് അതിന്. ഹസാർഡെന്ന് എങ്ങനെയാണോ ഹസാർഡെന്നൊരു പാറ്റേൺ ഉണ്ട്. പിന്നെ ഇതുപോലെ ഫ്ലാഷ് എക്സൊക്കെ വെച്ച് ചിലവർ ഈ റോഡിൽ അർമാദിച്ചൊക്കെ നടക്കുന്നുണ്ടാവും. ഈ ഗ്രൂപ്പ് റൈഡ് പോകുന്ന ആൾക്കാരൊക്കെയാണ് മെയിൻ. എന്താണ് ഹസാർഡെന്ന് പറഞ്ഞ യൂസ് ഇല്ലാണ്ട് അവർ ചോദിച്ചാൽ പറയും എന്താ ബാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹസാർഡ് ഇട്ട് ഓടിക്കണത്. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഹസാർഡിന് അതിൻ്റെതിരെ യൂസ് ഉണ്ട്. അപ്പം ആ ഒരു പരിമിതിയിൽ അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്. ഇപ്പം ആ ഒരു ചെറിയൊരു എടുക്കുമ്പം ഈ സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് മറ്റു ഡോമിനോറൊക്കെ ആണെങ്കിൽ വളരെ ഭയങ്കര ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. അതെ, ഹസാർഡിൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഹസാർഡിൻ്റെ ആവശ്യമുള്ളപ്പം മാത്രം ഹസാർഡ് ഇട്ട് ഓട്ടിക്കുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം എനിക്കങ്ങനെ ഈ കണ്ടപ്പം ഈ ഒരു ഹസാർഡിൻ്റെ സ്വിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരിതായിട്ട് തോന്നി. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, ചെറിയ ഷേക്കൊക്കെ ഉണ്ട്. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. അതായത് പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നല്ല രീതിക്ക് നമുക്ക് വിസിബിളി അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൈസ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന്. നമ്മൾ ഈ 3rd ഗിയറിലാണെങ്കിലും വലിയ എൻജിൻ ലോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ഈ വണ്ടി പുഷ്പം പോലെ ഈ ഇതൊക്കെ കയറി ഇറങ്ങും. പിന്നെ അത്രയൊക്കെയുള്ള ഒരു വീഡിയോ, ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ വണ്ടി കൈ കിട്ടിയപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. സോ ഈ വീഡിയോ കൺഫ്യൂഷനായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ആവുമെന്ന് തോന്നുന്നു. ഡോമിനോർ വേണോ NS വേണോ, ഡോമിനോർ 400 എടുക്കണോ NS400 എടുക്കണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ ടൂറിംഗ് സ്പെക്ക് നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് സീറ്റിങ്ങിനായാലും റൈഡിങ് പോസ്റ്ററിനായാലും എല്ലാത്തിലും ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഡോമിനോർ 400 തന്നെയാണ്. പിന്നെ ഇതാര് നോക്കണമെന്ന് വെച്ചാൽ അത്രയും വെയിറ്റുള്ളൊരു വണ്ടി വേണ്ട, കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞ് പുഷ്പം പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ആവശ്യം. എന്നാലും അത്യാവശ്യം നല്ല മൈലേജ്, അതുപോലെ നല്ല പവറുണ്ട് എന്നൊക്കെ
ഒരു കൺസേൺ ഉള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് NS400 എന്ന് പറയുന്നത്. പിന്നെ ഡോമിനോറിൻ്റെ നേരത്തെ പറഞ്ഞ ചിലവർ പറയും ഡോമിനോറിന് വെയിറ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ സംടൈംസ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വണ്ടി വലിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കാണുന്നില്ല. ഞാൻ എന്നിട്ടും ഡോമിനോർ ആസ് എ ടൂററായിട്ട് ഇരുന്നിട്ടും അതിൽ നമ്മുടെ ഏകദേശം അത്യാവശ്യമുള്ള എല്ലാം കുത്തി നിറച്ച് ഇന്നും വണ്ടിയുടെ വെയിറ്റ് കൂട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ പുതിയ വീഡിയോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ആ പുതിയ വീഡിയോ വരുമായിരിക്കും. സോ ഞാൻ എന്തുമാത്രം ആ വണ്ടി ലൈറ്റാക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ ഞാൻ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ ഹെഡ്ലൈറ്റൊക്കെ ഉരുക്കളഞ്ഞു. സോ അതിൻ്റെ ഫുൾ മിക്സ്ഡ് ഒപ്പീനിയനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ സംസാരിക്കാം. സോ അത്രയൊക്കെയുള്ളൊരു ഈ വീഡിയോ. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലും ടോപ്പിക്കോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.